തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM BJPക്ക് വോട്ട് മറിച്ചു എന്ന് KPCC ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ 1000 വാർഡുകളിൽ നടത്തിയ സർവേ പുറത്തുവിട്ടാണ് ഈ ആരോപണം. 100ഓളം വാർഡുകളിൽ CPMന് വോട്ട് 2 അക്കം മാത്രമാണ് എന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഈ ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസിനോ BJPക്കോ പാർട്ടി ഗ്രാമങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം. തിരുവണ്ടൂർ പഞ്ചായത്തില് പഞ്ചായത്ത് ഓഫീസ് വാർഡ് UDFന് കിട്ടിയത് 382 വോട്ട്, LDFന് കിട്ടിയത് 5 വോട്ടാണ്. 5. BJPക്ക് കിട്ടിയത് 415 വോട്ട്. അങ്ങനെ അവിടെ BJP ജയിച്ചു. ഇനി അടുത്തത് വേറെ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണന്റെയും CPMന്റെയും ഈറ്റില്ലമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. തലശ്ശേരിയിലെ മട്ടമ്പറം വാർഡില് UDFന് കിട്ടിയത് 359 വോട്ട്, LDF സ്ഥാനാർത്ഥി കിട്ടിയത് 11 വോട്ട്. നിങ്ങൾ ഓർക്കണം, കണ്ണൂർ തലശ്ശേരിയിലാണ് എന്ന് ഓർക്കണം. അവിടെ SDPIക്ക് കിട്ടിയത് 290 വോട്ട്. വോട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തൊന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ വീണ്ടും തിരുവണ്ടൂർ ഗ്രാമപഞ്ചായത്തില് തിരുവണ്ടൂർ ഈസ്റ്റ് വാർഡില് UDFന് കിട്ടിയത് 465 വോട്ട്, LDFന് കിട്ടിയത് 13 വോട്ടാണ്. 13 വോട്ട്. അവിടെ BJPക്ക് 244 വോട്ട് കിട്ടി. അപ്പൊ അവിടെ നമ്മൾ INC ജയിച്ചു. ഇനി എൻ്റെ നാടാണ് എറണാകുളം. എറണാകുളത്ത് ആലുവ എനിക്ക് നന്നായി അറിയാവുന്ന പ്രദേശം. ആലുവ മുനിസിപ്പാലിറ്റിയിൽ മന്ന വാർഡില് UDFന് കിട്ടിയത് 236 വോട്ട്, LDFന് കിട്ടിയത് എത്രയെന്നറിയാമോ? 14 വോട്ട്. LDFന് CPM ഉള്ള സ്ഥലത്ത് കിട്ടിയത് 14 വോട്ട്. BJPക്ക് അവിടെ 250 വോട്ട് ലഭിച്ചു. ഇനി കണ്ണൂർ ജില്ലയിൽ തന്നെ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ മാട്ടൂൽ സൗത്ത് മുനമ്പ് വാർഡില് UDFന് 682 വോട്ട് കിട്ടി. അവിടെ LDF കാൻഡിഡേറ്റിന് കിട്ടിയത് 14 വോട്ടാണ്. അത് കഴിഞ്ഞിട്ട് SDPI അവിടെ ജയിച്ചു. SDPIക്ക് കിട്ടിയത് 784 വോട്ട്. CPMന് കണ്ണൂർ ജില്ലയിലെ ഈ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയതാണ് 14 വോട്ട്. ഇനി പാലക്കാട് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയില് ഗ്രാമം വാർഡില് UDFന് 248 വോട്ട്, LDFന് 18 വോട്ട്. 18 വോട്ടും അവിടെ BJPക്ക് 221 വോട്ട്. പിന്നെ ഇനി അടുത്ത ആലുവ ലൈബ്രറി വാർഡ്, ആലുവ മുനിസിപ്പാലിറ്റി ലൈബ്രറി വാർഡില് ആലുവയിൽ നല്ല സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ് ഉള്ള സ്ഥലം. UDFന് 102 വോട്ട്, LDFന് 21 വോട്ട്. 21 വോട്ട് കഴിഞ്ഞിട്ട് BJPക്ക് 126 വോട്ട്. അവർ ഏകദേശം 24 വോട്ടിന് BJP ആലുവയിൽ ജയിച്ചു. CPM കേവലം 21 വോട്ട് പിടിച്ചിട്ട് ബാക്കി വോട്ട് BJPക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. വളരെ അപ്പാരന്റാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി, രാമനാട്ടുകര സൈബർ സഖാക്കളുടെ വലിയ സ്ഥലമാണ്. കാട്ടായംകോണത്ത് 452 വോട്ട് UDFന് കിട്ടിയപ്പോൾ അവിടെയും CPMന് അല്ലെങ്കിൽ LDFന് കേവലം 24 വോട്ട്. 158 വോട്ടിന് 158 വോട്ട് BJPക്ക് അവിടെ. BJPക്കാണ് ആ വോട്ട് പോയത്. ഇനി ഞാനിവിടെ ഈ റെഡിൽ വരച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മാവേലിക്കര മുനിസിപ്പാലിറ്റി ഇവിടെയെല്ലാം 29 വോട്ട്, 37 വോട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ ഇവിടെ വട്ടവടയിൽ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, എന്തൊരു ദയനീയമാണ്. അതായത് SFIയുടെ രക്തസാക്ഷി അഭിമന്യുവിന്റെ പഞ്ചായത്താണ് വട്ടവട എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ഈ അഭിമന്യു മരിച്ചു കഴിഞ്ഞപ്പോൾ കേരളം മുഴുവൻ അഭിമന്യുവിന്റെ പോസ്റ്റർ എടുത്തു വച്ചിട്ട് വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം എഴുതിയ CPM, വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം എഴുതിയ CPMും SFIയും DYFIയും അഭിമന്യുവിന്റെ സ്വന്തം പഞ്ചായത്തായ വട്ടവടയില് കഴിഞ്ഞ തവണ 2 വട്ടം CPM ജയിച്ച വാർഡിൽ, ഞാൻ അതിന്റെ കണക്ക് വളരെ കൃത്യമായിട്ട് പറയാം. വട്ടവട ഗ്രാമപഞ്ചായത്ത് കോവില്ലൂർ നോർത്തും കോവില്ലൂർ വെസ്റ്റും CPM ജയിച്ചിരുന്ന 2 വാർഡാണ്. അവരുടെ സിറ്റിംഗ് വാർഡില് ഈ തവണ UDFന് 125 വോട്ട്, CPMന് 37 വോട്ട്, BJPക്ക് 137 വോട്ട്. അതായത് 12 വോട്ടിന് BJP ജയിക്കുന്നു. കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് വാർഡ് CPM കേവലം 37 വോട്ട്. കോവില്ലൂർ വെസ്റ്റ് കോൺഗ്രസിന് 193 വോട്ട്, CPMന് 38 വോട്ട്. അവിടെ BJPക്ക് 147 വോട്ട്. ഞാനിത് ഞങ്ങൾ റാൻഡമായിട്ട് ഏകദേശം 100ഓളം ഇതിന്റെ ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിശോധിക്കാൻ വേണ്ടി ഒരു എക്സൽ ഷീറ്റിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറയും, ഇപ്പൊ അത് തിരുവണ്ടൂർ പഞ്ചായത്തില്
പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് BJP ഒഴിവാക്കി നിർത്താൻ കോൺഗ്രസ് CPM വോട്ട് ചെയ്തു. CPM രാജിവെച്ച് BJPക്ക് വഴിയൊരുക്കി. കാരണം എന്താ? അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ധാരണയിലാണ് മത്സരിച്ചത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അക്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ തെറ്റിച്ച് ചെയ്യാൻ CPM കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ SDPIക്ക് 100 സീറ്റുകളാണ് ഇത്തവണയുള്ളത്. 100 സീറ്റുകൾ CPM സംഭാവന ചെയ്തതാണ്. CPM നൽകിയത്, അതായത് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അഭിമന്യു എന്ന രക്തസാക്ഷിക്ക്, അതായത് SDPIക്കാരുടെ വെട്ടുകൊണ്ട് മരിച്ചതിനാണ് അഭിമന്യു എന്ന് ആലോചിക്കണം. അഭിമന്യു എന്ന രക്തസാക്ഷിക്ക് CPM നൽകിയ ഉപഹാരമാണ് SDPIക്ക് നൽകിയ 100 സീറ്റുകൾ. അപ്പോൾ ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായിട്ടും UDF നിലം പൊത്തി അല്ലെങ്കിൽ UDFനെ ജനം കൈവിട്ടു എന്നതിനുള്ള മറുപടിയാണ് താഴെ തട്ടിലെ വോട്ടുകളിൽ LDFിനേക്കാളും ഏകദേശം 1% വോട്ടിന് UDF മുമ്പിലാണ്. പിന്നെ സീറ്റുകൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നോക്കുമ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന് പണ്ട് EMS പറഞ്ഞ അതേ പ്രിൻസിപ്പിളാണ് ഇന്ന് പിണറായി വിജയൻ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് BJPയെ കൂട്ടുപിടിക്കേണ്ടടുത്ത് BJPയെ കൂട്ടുപിടിച്ചു, RSS വോട്ട് കൊടുത്തു. മറുവശത്ത് SDPയെ കൂട്ടുപിടിക്കേണ്ടടുത്ത് SDPയെ കൂട്ടുപിടിച്ചു. എന്നിട്ട് UDFന്റെയും കോൺഗ്രസിന്റെയും വെൽഫെയർ പാർട്ടി അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കണക്കുകൾ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിലുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഹോളിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലെ ടോട്ടൽ വോട്ടും അതുപോലെ ഗ്രാമപഞ്ചായത്തിൽ UDFന് കിട്ടിയ വോട്ടും LDFന് കിട്ടിയ വോട്ടും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കാനുള്ള സൗകര്യവും ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയുന്നത്.